എൻ്റെ പേര് തോമസ് പോൾ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ഓഗസ്റ്റിലാണ് ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ വളരെയധികം സാമ്പത്തിക ബാധ്യതയോടുകൂടിയാണ് ഞാനിവിടെ വന്നത്. എൻ്റെ മോൻ 2018 കാലഘട്ടത്തിൽ ബാംഗ്ലൂർ എയർപോർട്ടിലാണ് ജോലി ചെയ്തിരുന്നത്. ആ സമയത്ത് കോവിഡ് വന്ന് ജോലി നഷ്ടപ്പെട്ടു. അവൻ കേരളത്തിലേക്ക് പോന്നു. എറണാകുളത്ത് ആദ്യത്തെ കോവിഡിന് ശേഷം എറണാകുളത്ത് ഒരു ഏവിയേഷൻ കോളേജ് തുടങ്ങി. അവൻ്റെ മുന്നിലുള്ള സാറന്മാർ 3 ആളുണ്ടായിരുന്നു. അവർ ഏജൻസിയിൽ ജോലിയാക്കി കൊടുക്കുന്ന ഒരു ചെറിയൊരു കൺസൾട്ടൻസി മാതിരി ചെയ്തിരുന്നു. അങ്ങനെ കുറേ പിള്ളേർക്ക് ജോലിയാക്കി കൊടുത്തു. ആ സമയത്ത് 2ാമത്തെ കോവിഡ് വന്നു. അപ്പോൾ ഇവരൊരു കമ്മീഷന്മാർ കുറച്ച് പൈസ വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഇവൻ്റെ മേലെയുള്ള സാറന്മാർക്കാണ് കമ്മീഷനിൽ ഒരു 75% പോയിക്കൊണ്ടിരുന്നത്. ഇവനൊരു 25% കിട്ടും. ഇവന് സ്റ്റാഫുകളുണ്ട് കോളേജിൽ, അവർക്ക് സാലറി കൊടുക്കണം, എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. ആ സമയത്ത് 2ാമത്തെ കോവിഡ് വന്നപ്പോൾ ഈ ജോലി ചെയ്തിരുന്ന പിള്ളേർക്കൊക്കെ ജോലി അവിടെ നഷ്ടമാവുകയും പിന്നെയും കുറേ പിള്ളേർ കയറാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ജോലി സാധ്യത നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ അവരെല്ലാവരും ഈ തന്നിരുന്ന പൈസ തിരികെ ചോദിച്ചു തുടങ്ങി. തിരികെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഈ എമൗണ്ട് മുഴുവനും വന്നിരുന്നത് ഇവൻ്റെ അക്കൗണ്ടിൽ കൂടെയായിരുന്നു. ഇവൻ സാറന്മാർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. സാറന്മാരോട് ഇങ്ങനെ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, കോവിഡിന് ശേഷം ജോലിയാക്കി കൊടുക്കാം, പൈസ റീഫണ്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഈ പിള്ളേരൊക്കെ ഇവനോടാണ് പൈസ ചോദിക്കുന്നത്. ഞങ്ങൾ വല്ലാത്ത ബുദ്ധിമുട്ടിലായി. ഇവൻ ഒരു പുതിയ ജോലിയിൽ ചെന്ന് ചേർന്നപ്പോൾ ഓരോ പിള്ളേരും വിളിച്ച് ഫോൺ കോൾ വരുമ്പോൾ ഇവന് ഭയങ്കര ബുദ്ധിമുട്ടായി. അവന് ജോലി ശ്രദ്ധിക്കാൻ പറ്റാതെയായി. ഓരോ ദിവസം വന്നിരുന്ന് അവൻ ആകെ തലവേദന എടുക്കും. അപ്പോൾ ഞങ്ങൾ ചോദിക്കും, എന്തടാ? ഒന്നുമില്ല അമ്മേ, ഒന്നുമില്ല അപ്പച്ചാന്ന് പറയും. അവസാനം അവൻ പറഞ്ഞു, ഇങ്ങനെ കുറേ ബാധ്യതകളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആകെ ഭയമായിരുന്നു, എന്താ ചെയ്യുക? ഇവൻ്റെ ഈ അവസ്ഥയിൽ ചിലപ്പോൾ അവൻ ആത്മഹത്യ ചെയ്യും. മാതാവിനോട് ഞങ്ങൾ ആദ്യം പ്രാർത്ഥിച്ചത്, മാതാവ് ഇവന് ആ വക ഇതൊന്നും തോന്നരുത് എന്നാണ്. അവസാനം ഭാര്യ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണം വിറ്റു, സൊസൈറ്റിയുടെ ബാധ്യത ഉണ്ടാക്കി, എല്ലാ കടങ്ങളും ഞങ്ങൾ ഒരുവിധം വീട്ടി. ഞങ്ങൾക്ക് കടങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരോട് ആവശ്യപ്പെടും. എല്ലാവരും നന്നായി ഞങ്ങളെ സഹായിച്ചിരുന്നു. ഞങ്ങൾ തിരിച്ചു കൊടുക്കും. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കൊരു ബാധ്യതയുമില്ല. എല്ലാം മാതാവ് വഴി ഈ ഉടമ്പടി എടുത്ത് അതിന് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ ഇവൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടിരുന്നു. ഇവൻ കൊടുക്കാനുള്ള ഒരു പയ്യൻ ഇവൻ്റെ പാസ്പോർട്ട് മാറ്റി വെച്ചിരുന്നു. ഞങ്ങൾക്ക് ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിലില്ല പാസ്പോർട്ട്, അതൊക്കെ ഞാൻ നിനക്ക് തന്നിട്ടുണ്ടെന്നാണ് മോനോട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവന് ദുബായിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാ കടബാധ്യതകളും തീർന്ന സമയത്ത് ദുബായിൽ പോകാൻ വേണ്ടിയിട്ട് ഇവനൊരു ചാൻസ് കിട്ടി. അപ്പോൾ പാസ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പയ്യനോട് വീണ്ടും ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പാസ്പോർട്ടിന് ഞങ്ങൾ പത്രത്തിലൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പരസ്യം കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി ഇതിന് അപേക്ഷ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ പാസ്പോർട്ട് വല്ല ഏജൻസിയിൽ കൊടുത്തിട്ടുണ്ടാവും. ഭയങ്കര തട്ടിക്കയറ്റായിരുന്നു പോലീസ് ഓഫീസർമാർ. ഞങ്ങൾ പറഞ്ഞു, ഇല്ല സാറേ, ഞങ്ങളുടെ നഷ്ടപ്പെട്ടതാണ്, ഒന്നുകൂടി അന്വേഷിക്കുക, പിന്നെ തരാം, അടുത്ത ആഴ്ച വരാൻ പറഞ്ഞ് ഞങ്ങൾ വിട്ടു. അടുത്ത ആഴ്ച വന്നപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞു, ഞാൻ ദുബായിലേക്കൊന്നും പോകുന്നില്ല അപ്പച്ചാ, അവർ തരില്ല, ഞാൻ പോകണില്ല എന്ന് പറഞ്ഞു. നീ പേടിക്കണ്ട, അടുത്ത ആഴ്ച നമുക്ക് പോവാം. അടുത്ത ആഴ്ച പിന്നെ ഞാൻ ചെല്ലുമ്പോൾ ഇവൻ്റെ കയ്യിൽ ഉടമ്പടി കാശ് രൂപം കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് കീശയിൽ വെച്ചോ, എന്നിട്ട് നീ സ്റ്റേഷനിൽ ചെല്ലും. ഞാനും കൂടെ പോയിരുന്നു. അവിടെ ചെന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങളോട് പുലി പോലെ നിന്നിരുന്ന പോലീസ് ഓഫീസർ ഞങ്ങൾ പൂച്ചയെ പോലെ എന്താ വന്ന്, ശരിയായില്ല അല്ലേ, കിട്ടിയില്ല അല്ലേ, ശരിയാക്കി തരാം. അവർ പാസ്പോർട്ട് ഓഫീസിലേക്കുള്ള അപേക്ഷ തന്നു. അവന് പാസ്പോർട്ട് കിട്ടി. ഇപ്പോൾ അവൻ ദുബായിൽ നല്ലൊരു ജോലി ചെയ്ത് അത്യാവശ്യം നല്ല ശമ്പളത്തോടുകൂടി ജീവിക്കുന്നു. മാതാവ് ഉടമ്പടി എടുക്കാൻ ഞാൻ ഇവിടെ വരാനായിട്ട് മാതാവ് എനിക്ക് കുറേ അനുഗ്രഹങ്ങൾ മുമ്പ് തന്നിട്ടുണ്ട്. ഞാനൊരു 2010 എനിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. എൻ്റെ അളിയനുണ്ടായിരുന്നു, ഡ്രൈവർ ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷയിലാണ്. ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോറിക്ഷ ഒരു സൈക്കിളുകാരനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വെട്ടിച്ചപ്പോൾ 3 മറച്ചിൽ മറിഞ്ഞു. അതിനുള്ളിൽ എനിക്കൊരു പോറൽ പോലും ഏൽക്കാതെ എന്നെ രക്ഷപ്പെടുത്തി. അളിയനെ ചെവിട് മുറിഞ്ഞു, കൈ പൊട്ടി, കുറേ അപകടങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ മുറിവുകളുണ്ടായിരുന്നു. എനിക്കൊരു അപകടം ഉണ്ടായില്ല. അതുപോലെ തന്നെ എനിക്ക് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ഒരു 2009 കാലഘട്ടത്തിൽ എനിക്കൊരു അസുഖം വന്നു. അതായത് ഉമിനീർ ഗ്രന്ഥിയിൽ കല്ലാണ്. അത് അപൂർവം വരുന്നൊരു അസുഖമാണ്. ഇവിടെ നമ്മൾ അടുക്കളയിലൊക്കെ കൂട്ടാനൊക്കെ മസാല ഇടുന്ന സമയത്തൊക്കെ എനിക്ക് കുരങ്ങന്മാർ വന്ന്
തൊണ്ട വീർക്കണമാതിരി വന്ന് വീർക്കും കിരുകിര്, അതാണ് ഇതിൻ്റെ ലക്ഷണം. എനിക്കറിയില്ലായിരുന്നത് എന്താ അസുഖമെന്ന്. പക്ഷേ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഇത് ഇത്തിരി അപകടമാണ്, നിങ്ങൾ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ആ കാലഘട്ടത്തിൽ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് അത് മാറ്റി. അപ്പോൾ അവർ എനിക്ക് അന്ന് ഹെൽത്ത് സംബന്ധമായിട്ട് ചെക്ക് ചെയ്തപ്പോൾ ഹാർട്ടിൻ്റെ പൾസിൽ ഇത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അനസ്തേഷ്യ തരാൻ പറ്റില്ല, ലോക്കൽ അനസ്തേഷ്യ തന്നിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ലോക്കൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞു ഇവിടെ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് മരവിപ്പ് വരില്ല. എന്നാലും ഞാൻ സഹിച്ചൊരു 5 കല്ലുകളായിരുന്നു, ഉമിനീർക്കിനെതിരിലത്തെ കല്ല്, അതൊക്കെ എടുത്ത് മാറ്റി തന്നു. അത് കഴിഞ്ഞ് കുറേ കാലങ്ങൾക്ക് ഒരു 2013 വീണ്ടും ഇതേ അസുഖം വന്നു. ഇതേ അസുഖം വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയ ആ ഓപ്പറേഷൻ്റെ ഭയങ്കര വേദന എന്നെ വല്ലാണ്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഓപ്പറേഷൻ ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ്, പക്ഷേ മാതാവ് എനിക്ക് വേദന ഒന്നെടുത്ത് മാറ്റി തന്നോളൂ മാതാവെന്ന് പറഞ്ഞു. നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം സ്കാൻ ചെയ്യാൻ പോകണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാനിങ്ങിന് പിറ്റേ ദിവസം പോകണം, തയ്യാറായിട്ട് ഇരുന്നോളൂട്ടാന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഈ ഗ്രന്ഥി തന്നെ എടുത്ത് മാറ്റി കളയാൻ അവിടെ നിന്ന് ഇനി അപ്പോൾ വീണ്ടും ഇത് വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എനിക്ക് ഒരു ഉച്ച സമയത്ത് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല, ജ്യൂസ് മാത്രം കുടിക്കാൻ പറ്റില്ല, തൊണ്ടത് ഇത്രേ തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ വേദന ഭയങ്കര വേദനയുണ്ട്, എനിക്കൊന്ന് മാറ്റി തന്നെ എന്ന് പറഞ്ഞു. ഞാൻ വാഷിംഗ് ബേസിൻ്റെ അവിടെ പോയി വായൊക്കെ കഴുകിയപ്പോൾ നാക്കിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വസ്തു വന്നിരിക്കുന്ന മാതിരി. ഞാൻ വെറുതെ ഒന്ന് തടവി നോക്കി. അപ്പോൾ ഒരു ഭയങ്കര കട്ടിയുള്ളൊരു വസ്തു. ഞാൻ പതുക്കെ അത് ഞെക്കി പുറത്തെടുത്തപ്പോൾ നമ്മുടെ ഞാവൽക്കുരു ഒക്കെ ഇല്ലേ, ഞാവൽക്കുരുവിന് തൊങ്ങൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഒരു തൊങ്ങുമായൊരു വലിയൊരു കല്ല്, അതായത് ഒരു 3/4 ഇഞ്ച് നീളത്തിലുള്ള കല്ല് എൻ്റെ കയ്യിൽ വന്നു. പിറ്റേ ദിവസം അന്ന് തന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ ഭയങ്കര ഭാഗ്യവാനാണ്, നിനക്ക് ഓപ്പറേഷൻ വേണ്ടി വരില്ല, എന്നാലും നീ സ്കാൻ ചെയ്യുന്ന ആളെ പോയിട്ട് നമുക്ക് തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ ഒരു വക കല്ലിൻ്റെ ലക്ഷണം അവിടെ തന്നില്ല. മാതാവ് എനിക്ക് തന്ന വലിയ അനുഗ്രഹമാണ്. അങ്ങനെയുള്ള അനുഗ്രഹത്തോടു കൂടിയാണ്, ആ നിമിത്തം കൂടിയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത്. ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മോന് നല്ല ജോലി കിട്ടി, എൻ്റെ കടബാധ്യതകൾ കഴിഞ്ഞു, എല്ലാതും തീർന്നു. ആദ്യത്തെ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് അതിനു മുമ്പായിരുന്നു അമ്മയ്ക്ക് വീട്ടിൽ അസുഖം വന്നിട്ട് ഒരാഴ്ച അടുപ്പിച്ച് ലീവ് എടുക്കേണ്ടി വന്നു. ഒരാഴ്ച അടുപ്പിച്ച് ലീവ് എടുത്തപ്പോൾ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് എന്നോട് പറഞ്ഞു, ഒരാഴ്ച അടുപ്പിച്ച് ലീവ് എടുത്താൽ ശരിയാവില്ല, ഞങ്ങൾ വേറെ ഞാനൊരു ബുച്ചറി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്നത്, അത് അവർ വേറെ വാടകയ്ക്ക് കൊടുത്തു. അപ്പോൾ അവിടെ ജോലി പോയി. അങ്ങനെ രണ്ടാമത്തെ ഉടമ്പടി എടുത്ത് ഞാൻ എറണാകുളത്ത് ഇവിടുന്ന് ബസ്സിന് എറണാകുളത്ത് പോയി അവിടെ ട്രെയിന് പോകാമെന്ന് വെച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഒരു ഫോൺ കോൾ വന്നു, നാളെ തൊട്ടൊരു ജോലി ശരിയായി. എൻ്റെ മുമ്പത്തേറ്റവും ശമ്പളത്തോടു കൂടിയുള്ള ജോലിയാണ് മാതാവ് എനിക്ക് തന്നത്. അത് എനിക്ക് വലിയ അനുഗ്രഹമാണ്. ഇപ്പോൾ എനിക്ക് അധികം കടബാധ്യതകളൊന്നുമില്ല, എന്നാലും സൊസൈറ്റിയിലൊക്കെ കുറച്ച് കടങ്ങളുണ്ട്. മാതാവിനോട് നന്ദി പറയുന്നതിനൊക്കെ ഞാൻ ഉടമ്പടി പത്രം വിതരണം ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ വിതരണം ചെയ്യുന്ന രീതി ഇപ്പോൾ ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇനിയും നല്ല രീതിയിൽ ഞാൻ വിതരണം ചെയ്യാം. അതേമാതിരി ഞങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സഹായങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇനിയും ബെറ്ററായിട്ട് ഇനിയും ഞാൻ ഇതിനേറ്റവും നന്നായി ചെയ്യുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. പിന്നെ ഇപ്പോൾ എനിക്ക് നാളെ തൊട്ടൊരു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ വന്ന് മാതാവിനോട് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ ജോലിയിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന്. അങ്ങനെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം വിട്ടുപോയി, ഞാനൊരു 21 വർഷം ഒരു സൂപ്പർ മാർക്കറ്റിൽ ബുച്ചറി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ആ സ്ഥാപനം പെട്ടെന്ന് പൂട്ടി. തൃശ്ശൂർ സിറ്റി സെൻറ്ററിൽ സിറ്റി സൂപ്പർ മാർക്കറ്റ് എന്ന സ്ഥലമാണ്. അവർക്ക് കുറച്ച് സാമ്പത്തിക ബാധ്യത വന്നിട്ടാണ് അത് പൂട്ടിയത്. അപ്പോൾ ഞങ്ങൾക്ക് ഗ്രാറ്റുവിറ്റി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ തരാണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പൈസ ഉണ്ടായിരുന്നു. പക്ഷേ അവരും സാമ്പത്തികമായി പ്രശ്നത്തിലായപ്പോൾ ഞങ്ങളെല്ലാവരും ഒത്തുചേർന്ന് ഇത് പ്രകാരം അവരോട് പറഞ്ഞു, തരാനുള്ള പൈസയുടെ ഏകദേശം പകുതി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നാലാമത്തെ ഉടമ്പടി എടുക്കണമെങ്കിൽ മാതാവിനോട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഈ പൈസ കിട്ടിയല്ലാണ്ട് ഞാൻ ഉടമ്പടി പുതുക്കാൻ വരില്ല എന്ന്. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ എനിക്ക് ആ പൈസ കിട്ടി. മാതാവിനോട് നന്ദി പറയുന്നു. ഇനിയും എനിക്കിത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്ന് സാക്ഷ്യം പറയാം. പക്ഷെ മാതാവ് തന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞില്ലെങ്കിൽ അത് ഭയങ്കര മോശമല്ലേ. ഇനി എനിക്ക് മാതാവിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങാനുണ്ട്, ആവശ്യങ്ങളുണ്ട്. അത് നിറവേറ്റാൻ വേണ്ടി ഇനിയും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും. പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഒരുവിധം എല്ലാ ദിവസങ്ങളിലും എനിക്ക് കുർബാനയ്ക്ക് പോകാൻ സാധിച്ചിരുന്നു. എന്നുവെച്ചാൽ വീട്ടിൽ അതേമാതിരി കുടുംബ പ്രാർത്ഥന ഇത്തിരി കുറവായിരുന്നു. മിക്ക ദിവസങ്ങളും എന്തെങ്കിലും ഞങ്ങൾ പുറത്ത് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോയി വരാൻ വൈകുമ്പോൾ മാത്രമാണ് കുടുംബ പ്രാർത്ഥന മുടങ്ങിയിട്ടുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിരുന്നൊരു വ്യക്തിയാണ്. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അങ്ങനെ ദേഷ്യമൊന്നുമില്ല. ദേഷ്യം വന്നാൽ ഞാൻ ചിലപ്പോൾ തെറിയൊക്കെയാണ് പറയുക. എന്ന് വെച്ചാൽ എനിക്ക്
ഭയങ്കര പ്രഷർ കൂടുതലാണ്. ഇപ്പോൾ പ്രഷറൊക്കെ വളരെ നോർമലാണ്. എല്ലാ രോഗങ്ങളും നോർമലാണ്. പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം നോർമലാണ്.